വർഷം ഒക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരാൾക്കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഏത് അവാർഡ്, ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് പറ. അപ്പൊ ഞാൻ ചോദിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ മിടുക്കൻ. അപ്പൊ പറയണേ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്താലോ? അല്ല ഏജ് നിങ്ങൾക്ക് പ്രശ്നമാവോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ സെക്രട്ടറി ഒന്ന് ചോദിക്കാം. പിന്നെ ഓരോരുത്തരുടെ സംസാരം അപ്പൊ ഭാഷകൾ മാറി വരും, രീതികൾ മാറി വരും, മൈൻഡുകൾ മാറി വരും. എല്ലാവരും വളരെ ഗുണമായി. 18 വർഷമായി 18 വർഷം നാട്ടിൽ തൃക്കാക്കര അമ്പലത്തിന്റെ അവിടെ വന്നു. ഇത്രയും വർഷം ഞങ്ങളിവിടെ ഇപ്പൊ ഇവിടെ ഈ മക്കളുടെ അടുത്ത് വന്നിട്ട് 9 വർഷം. നവമി ദിവസമായിട്ട് നമുക്ക് സരസ്വതിന്റെ പാട്ട് പാടിയല്ലോ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തല്ലി വരും കണക്കേ ഉളയത്തിൽ വന്നു വിളയാടുക സർവസരസ്വതി. ഇടത്തല്ല വലത്തല്ല നടുക്കല്ല സരസ്വതി തുടുത്ത താമര പൂവിൽ വനരുളുന്നു. ഇടത്തല്ല വലത്തല്ല നടുക്കല്ല സരസ്വതി തുടുത്ത താമര പൂവിൽ വനരുളുന്നു. ഭജനാഥർ മണ്ഡപത്തിൽ സ്തുതിഗീതം പാടി ഞങ്ങൾ നിത്യവും അടിമാല വണങ്ങുന്നേനമ്മ തായേ. ഇടത്തല്ല വലത്തല്ല നടുക്കല്ല സരസ്വതി തുടുത്ത താമര പൂവിൽ വളരുന്നു. വെള്ളപ്പെട്ടാട ചുറ്റി ഓലഗ്രന്ഥം കയ്യിലേന്തി താമരയിൽ നെത്തമാടും അരയെന്ന വാഹിനിയെ. വെള്ളപ്പെട്ടാട ചുറ്റി ഓലഗ്രന്ഥം കയ്യിലേന്തി താമരയിൽ നെത്തമാടും അരയെന്ന വാഹിനിയെ. ഇടത്തല്ല വലത്തല്ല നടുക്കല്ല സരസ്വതി തൊടുത്ത താമര പൂവിൽ വനരുളുന്നു. മനസ്സിലായിട്ടില്ല
താടിയൊക്കെ വെച്ച് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. നിങ്ങൾ സ്വപ്നകുമാരികളല്ലോ. നിങ്ങൾ സ്വപ്നകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ സ്വപ്നങ്ങളെ നിങ്ങൾ അതിന്റെ ഇടയിൽ ഒരു വോയിസ് അങ്ങനെയല്ല തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച തിരുമുറ്റമണിഞ്ഞൊരുങ്ങി ഞങ്ങളൊരുങ്ങി നിന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി സമയമായി ഉത്രാട കുന്നിലെ ഉച്ചയിലെ പൊൻവയൽ ഇത്തിരി പൊന്നുരുക്കി ഓടി മുണ്ടോടം കൊണ്ടോടി നടക്കും കോമള ബാലന ഉണക്കിലേ ഉത്രാട തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ചവാങ്ങ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി അമ്മമാരണി ഈ തിരുവാതിര കയ്യിലുണ്ടല്ലേ? ആ തിരുവാതിരയുണ്ട്. തിരുവാതിര ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കൈ അല്ലല്ല ഇരുന്നിട്ടുള്ള തിരുവാതിര. പാർവതി ചിന്തയിൽ മുഴുകി വലഞ്ഞോ പാർവണേന്ധോ മുഖി പാർവതീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞോ സർപ്പനായക ഭൂഷയേന്ദ്രം ശിവനുടെ ചാരുകളത്ത് വിഘ്നമൊഴിഞ്ഞൊരു നാളിലകാൽനജ വരണമൗലികയും അൻപോടു ചാർത്തി പാർവണേന്ധോ മുഖി പാർവതി ഓ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ പറയാറുണ്ട്, കൊറേ ഗോൾഡ് കിട്ടിയേനെ. പക്ഷെ നമ്മളത്ര ഓർത്തില്ല. ഇതൊക്കെ സത്യം പറഞ്ഞ എന്നാ മുൻകൂട്ടി പറയുന്നത് എങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് ഇത് എന്നെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. അയ്യോ വേണ്ട വേണ്ട. അതെ സ്വർണത്തിന് 80 പുറത്ത് നിൽക്കുക. മുൻകൂട്ടി പറഞ്ഞാണ് എന്തെങ്കിലും ഒരു 2 ഗ്രാമിന്റെ സ്വർണം ഞാൻ അതേനിയമ്മ നല്ല മൂന്നാറ് നമ്പർ 1 ചായപ്പൊടിയിട്ട് കട്ടൻ ചായ കുടിച്ച ടോപ്പായിട്ട് നീ വിഷയത്തിൽ നിന്ന് മാറ്റാൻ നോക്കരുത്. കണ്ണൻ ദേവൻ പറയായിരുന്നു ഭയങ്കര ഇഷ്ടമാണ്. ശരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വരൂ കേട്ടോ വരൂ. ഓക്കെ നമുക്കേ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും. ചില കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ചെയ്ത് തന്നെ തീർക്കണം അല്ലേ? നമ്മൾ എത്ര നാൾ നമുക്കുണ്ടാവുന്ന പോലും അറിയാത്തവരാണ് നമ്മൾ. ഒന്നും ഉള്ളിൽ കൊണ്ട് നടക്കാതെ ചെയ്ത് തീർക്കാൻ
കഴിയണം. തീർക്കലല്ല, ചെയ്യണം. അങ്ങനെയായിരുന്നു ഇതും ഞങ്ങൾക്ക് അമ്മയിലെ മക്കൾക്ക്. അതായത് അമ്മമാർ പുറത്തുണ്ടെന്നും അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാത്രമല്ല എന്നും നമ്മളുടെ അമ്മ നല്ലപോലെ തിരിച്ചറിയണവരാണ് അമ്മയിലെ മക്കൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അമ്മമാരെവിടെയുണ്ടെന്ന് അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് വരിക, കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുക, നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുക. ഞങ്ങൾക്ക് ആ സ്നേഹം തരുമെന്ന് ഉറപ്പുള്ളിടത്തേക്ക് വന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരുപാട് നന്ദി. താങ്ക് യു പറയണത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ സമയം തന്നതിൽ കൂടെ ഇരിക്കാനും വർത്താനം പറയാനും പാട്ട് കേൾക്കാനും ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരാനും ചിലത് പറഞ്ഞു തരാനും ശാസിക്കാനും ഒക്കെ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഈ വഴിക്കൊക്കെ വരാം. ഈ ഇത്രയും മക്കൾ, ഞങ്ങൾ 500 മക്കളുണ്ട്, 500ഓളം. ഈ 500-ൽ കുറച്ച് പേര് ഈ വഴിക്കൊക്കെ വന്നു പോകും. ഓക്കെ. അല്ല, ഞങ്ങൾ കേരളം മുഴുവനായിട്ടാണ്. ഒത്തിരി പേരുണ്ടല്ലോ. കാക്കനാടും ഉണ്ട്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ അമ്മേ? പ്രാർത്ഥിക്കാം. എനിക്ക് അമ്മ പറഞ്ഞേക്കാൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇപ്പം അമ്മമാരെ കാണാനും നിങ്ങളെല്ലാവരും വന്ന് അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ പറയാനില്ല, അത്ര ഞാനും സന്തോഷത്തിലാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇനി ഉയർന്ന് പോകാനും നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം ദൈവം തരട്ടെ. ഞങ്ങളും നന്ദി പറയണം നിങ്ങളോട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? ഒരു വാക്കും കൂടി ഞങ്ങൾ അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ആ ഒരു ഇതും തന്നത് ഞങ്ങൾക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ മക്കളാണ്. ഞങ്ങൾക്കൊരു ചെറിയ സ്നേഹ സമ്മാനം തന്നാൽ കൊള്ളാമെന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോ അത് കാർത്തിയാനിയമ്മയുടെ കയ്യിൽ അല്ലല്ല, മോനിപ്പുറത്തോടെ മാറിയാ മതി. അവിടെ വന്നിരുന്നാ മതി. അപ്പൊ അവിടെ 3 അമ്മമാരെ കിട്ടും. അമ്മ അവിടെ ഹലോ അല്ലല്ല അവരുടെ അടുത്ത് കിട്ടാൻ പറ്റില്ല. ഭഗവാനെ നാരായണ ആരാധിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെ പറയണമെന്ന് എനിക്കൊന്നും പറയാനല്ല, ഒന്നും പറയാൻ എനിക്കുമില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആരെയും കാണിക്കാനോ പറയാനോ അല്ല. അപ്പൊ ഞാൻ മുൻപ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചിന്തിക്കും, ഞാനത് ചർച്ച ചെയ്യും, അതിനുശേഷം ഞാനത് പറയും. ഞാൻ ഒരു പ്രോമിസും പറയുന്നില്ല, തരില്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കും, പ്രവർത്തിക്കും. ഞങ്ങളുടെ ഭാഗ്യം പോലെ എല്ലാവർക്കും ഭാഗ്യമല്ല, പ്രവർത്തിക്കുക. എവിടെയെങ്കിലും എത്തുമ്പോഴേയും കിട്ടും. ആ വാക്ക് ഞാൻ തരുന്നു.